അങ്ങനെ അലാറമൊക്കെ ഓഫ് ചെയ്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് വന്നപ്പോൾ നമ്മുടെ പത്രം ഇടുന്ന ചേട്ടൻ പേപ്പറൊക്കെ കൊണ്ടിട്ട് കേട്ടോ. ഇത് കണ്ടതും നഷ്മിയ അവിടെ നിന്ന് ഓടി വന്നു. നഷ്മിയ പേപ്പർ പോയിട്ട് എടുത്തു കേട്ടോ. പേപ്പർ പോയി അതിൻ്റെ പാപ്പാടെ കൊണ്ടേ കൊടുത്തു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ഫുട്ബോളൊക്കെ കളിച്ച് കഴിഞ്ഞു. ഞങ്ങൾ നടക്കാൻ പോവാം. ഇതാണ് ഞാനും മോനും രാവിലെ നടക്കാൻ പോകുന്ന വഴി കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ചെറിപ്പറമ്പ് വരെ നടക്കാറുണ്ട്. ഏകദേശം 1 അവർ ഞങ്ങൾ നടക്കും കേട്ടോ. അങ്ങോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഫുള്ള് തേരിയാണ്. പക്ഷെ തിരിച്ചു വരുമ്പോഴത്തേക്ക് നല്ല ഇറക്കമാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ഇന്ന് ഒരുപാട് ആളുകളുണ്ട് നടക്കാനായിട്ട്. പക്ഷേ ഇന്ന് പെരുന്നാളായത് കാരണമെന്ന് തോന്നുന്നു വഴിയിൽ ആരും കണ്ടില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നിറച്ച് ഡോഗ്സുകളൊക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ പോകുന്ന വഴി. പക്ഷേ ഒന്നും ചെയ്യത്തൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഈ 1 അവർ നടന്നു കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ടെത്തി. നഷ്മി ആകെ തളർന്നു പോയിട്ടോ. നഷ്മി അതുകൊണ്ട് ഓടി വീട്ടിൻ്റെ അകത്തോട്ട് കയറി. അവിടെ ചെന്നപ്പോഴത്തേക്കും വാപ്പ അവിടെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. വാപ്പായും ഏകദേശം 5:30 ആകുമ്പോൾ എഴുന്നേൽക്കും, കാരണം വാപ്പ ഹാഫ് ആൻ അവർ യോഗ ചെയ്യും. പിന്നെ ഇന്ന് ബക്രീദ് അല്ലേ, എല്ലാവർക്കും ഹാപ്പി ബക്രീദ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുളിച്ചു, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇന്ന് എന്താണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത്? ഞങ്ങൾ ഇന്നുണ്ടാക്കിയത് പത്തിരിയും ബീഫ് കറിയും പിന്നെ തേങ്ങാപ്പാലാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് എനിക്ക് പത്തിരി എന്ന് പറയുന്നത്. പത്തിരി ഒറോട്ടി എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ എനിക്കിത് ഉണ്ടാക്കാൻ അറിയത്തില്ല, അമ്മായിയമ്മയാണ് കേട്ടോ ഇതുണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ബക്രീദായിട്ട് ഇന്ന് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയിരുന്ന് എല്ലാവരും തന്നെ കമൻറ്റ് ഉണ്ടെങ്കിൽ കേട്ടോ. അതുപോലെ ഇന്ന് ബക്രീദായിട്ട് എല്ലാവരും എന്താണ് പരിപാടി, എവിടെയെങ്കിലും ടൂർ പോകുന്നുണ്ടോ എന്നും കൂടെ എല്ലാവരും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഏകദേശം കഴിച്ച് കഴിയാറായി. ഓരോരുത്തരായിട്ട് കഴിച്ച് തീർന്നു എഴുന്നേൽക്കാൻ തുടങ്ങി. ഞാനിപ്പോഴും വീഡിയോ എടുക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി നിയാസിക്ക് അവിടെ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പം നമുക്ക് അടുക്കളയിലോട്ട് പോയാലോ. ഇതാണ് ഞങ്ങളുടെ 1ാമത്തെ അടുക്കള. ഇവിടെയാണ് ഞങ്ങൾ മെയിനായിട്ട് കുക്ക് ചെയ്യുന്ന, ഗ്യാസ് വയ്ക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ അടുപ്പ് കത്തിക്കുന്നത്. ഇവിടെ പുകയും കരിയാവെന്ന് പറഞ്ഞിട്ട് ഉമ്മ ഇവിടെ കത്തിക്കാനൊന്നും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇനി നിയാസിക്ക് പ്രിപ്പയർ ചെയ്യുന്ന 3ാമത്തെ അടുക്കളയിലോട്ട് പോവാം. നിയാസിക്ക് എന്താ ഉണ്ടാക്കുന്നേ? നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണോ? അപ്പം നിയാസിക്കയുടെ കുക്കിംഗ് നോക്കിയാലോ. അങ്ങനെ അടിപൊളി നെയ്ച്ചോറൊക്കെ തയ്യാറായി. ഇനി ലഞ്ച് കഴിച്ചാലോ. അങ്ങനെ അതാ അടിപൊളി മഴ. അങ്ങനെ കുറച്ച് നേരം സിറ്റൗട്ടിൽ പോയിരുന്നു കേട്ടോ.
അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോവാണ്. എല്ലാവരും റെഡി ആവാണ്. ഹായ് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങി കേട്ടോ. പോകുമ്പോഴും മഴയും ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ ചെന്നു കേട്ടോ. അപ്പോഴും നല്ല മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നഷ്മിയ ആദ്യം തന്നെ ഇറങ്ങി അങ്ങോട്ട് പോയിട്ടോ. അങ്ങോട്ട് കുറച്ച് ഇറങ്ങിപ്പോണം. അത് കഴിഞ്ഞ് വീടിനകത്ത് കയറിയപ്പോൾ നല്ല അടിപൊളി നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവിടെ ഫിഷിൻ്റെ അക്വേറിയം ഇരിപ്പുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നഷ്മിയ അതിനെ കുറേ നേരം ഇങ്ങനെ കളിപ്പിക്കുകയൊക്കെ ചെയ്ത്. അങ്ങനെ അത് കണ്ട് നൈലൂസിന് ഭയങ്കര ഇഷ്ടമായി. നൈലു നഷ്മിയ അടുക്കലോട്ടായിരുന്നു. പിന്നെ രണ്ടുപേരും കൂടെ അതിന് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഫിഷിന് തീറ്റ ഇട്ട് കൊടുക്കുകയും മറ്റുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇന്നത്തെ ബക്രീദിൻ്റെ വിശേഷങ്ങളും അങ്ങനെ സറപറച്ചിലൊക്കെ ആയിട്ട് അവൻ അങ്ങനെ ഇരുന്നു കേട്ടോ. പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ബക്രീദിന് രാവിലെ തന്നെ എല്ലാ ബന്ധുക്കളുടെ വീട്ടിൽ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.